Next is selection of site for buildings. ഒരു ബിൽഡിങ്ങിന് നമ്മൾ എങ്ങനെയാണ് സൈറ്റ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. It is essential to carry out site investigation before preparing the design of civil engineering works. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് വർക്കിന്റെ ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട നെസസറി സ്റ്റെപ്പ് എന്താണ്? ടു ക്യാരി ഔട്ട് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഏത് സൈറ്റിലാണോ കൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത് ആ സൈറ്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ വേണം നമ്മൾ ആദ്യം നടത്താൻ. എപ്പം? അതായത് ഏതെങ്കിലും ഒരു സിവിൽ എഞ്ചിനീയറിംഗ് വർക്കിന്റെ ഡിസൈൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരിക്കണം. ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ടു ക്യാരി ഔട്ട് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബിഫോർ പ്രിപ്പയറിംഗ് ഡിസൈൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സ്. Site investigation before design preparation. The investigation may range in scope from simple examination of surface soils without a few shallow trial bits to a detailed study of the soil and groundwater conditions for a considerable depth below the ground surface. ഈ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? അതിനകത്ത് സൈറ്റ് ഇൻവെസ്റ്റിഗേഷനകത്ത് വരുന്നത് സിമ്പിൾ എക്സാമിനേഷൻ ഓഫ് സർഫസ് സോയിൽ. ആ സൈറ്റിലുള്ള സോയിലിന് സിമ്പിൾ ആയിട്ടുള്ള എക്സാമിനേഷൻ വരാം. പിന്നെ ആ എക്സാമിനേഷൻ തന്നെ വിത്തൗട്ട് ഫ്യൂ ഷാലോ ട്രയൽ പിറ്റ്സ്. നമ്മൾ ഷാലോ പിറ്റ്സ് എടുത്തോ എടുക്കാതെയോ നമുക്ക് സർഫസ് സോയിലിനെ സിമ്പിൾ ആയിട്ട് എക്സാമിൻ ചെയ്യാം. അല്ലെങ്കിൽ detailed study of soil and groundwater conditions for a considerable depth below the ground surface. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആ സൈറ്റിലെ സോയിലിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, എക്സാമിൻ ചെയ്യാം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സോയിലും ഗ്രൗണ്ട് വാട്ടറും നമുക്ക് സ്റ്റഡി നടത്താം അപ് ടു എ സർട്ടൻ ഡെപ്ത് ബിലോ ഗ്രൗണ്ട് സർഫസ്. ഇതെല്ലാമാണ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത്. പിന്നെ മോർ എക്സ്റ്റെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ലൈറ്റ് സ്ട്രക്ചേഴ്സ് ഇസ് നീഡഡ് വെൻ സ്ട്രക്ചേഴ്സ് ആർ ബിൽഡ് ഓൺ filled up soil or in ground conditions where there is no information available on foundation behavior of similar structures. നമ്മളൊരു ബിൽഡപ്പ് ഏരിയയിലാണ് കൺസ്ട്രക്ഷൻ നടത്തുന്നതെങ്കിൽ, ചെറിയ ലൈറ്റ് കൺസ്ട്രക്ഷൻസ് എല്ലാം ഫിൽഡ് അപ്പ് ഏരിയ, അതായത് മണ്ണ് കൊണ്ട് നികത്തിയ ഏരിയാസിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ, ലൈറ്റ് സ്ട്രക്ചേഴ്സ് എല്ലാം ഫിൽഡ് അപ്പ് ഏരിയാസിലാണെങ്കിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള കൺസ്ട്രക്ഷൻ നടത്തിയതിന്റെ ഏർലിയർ പഴയ കാര്യങ്ങളുടെ ഒന്നും ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ എപ്പോഴൊക്കെയാണ് വേണ്ടത്? ലൈറ്റ് സ്ട്രക്ചേഴ്സിനെ തന്നെ നമ്മൾ ഫിൽഡ് അപ്പ് സോയിലാണ് നടത്തുന്നത്. അതായത് മണ്ണിട്ട് നികത്തിയ സ്ഥലത്താണ് ലൈറ്റ് കൺസ്ട്രക്ഷൻ നടത്തിയെങ്കിൽ നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരിക്കണം. അതുപോലെ തന്നെ ഈ ഫൗണ്ടേഷൻ ബിഹേവിയർ ഓഫ് സിമിലർ സ്ട്രക്ചേഴ്സ്, ഇതേപോലുള്ള സ്ട്രക്ചേഴ്സിന്റെ ഫൗണ്ടേഷൻ ബിഹേവിയർ ഒന്നും നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അപ്പൊ ഡീറ്റെയിൽ സൈറ്റ് ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നതാണ് ഡീപ്പ് ബോർ ഹോൾസ്, ലബോറട്ടറി ടെസ്റ്റിംഗ് ഓഫ് സോയിൽ which is a necessity for heavy structures such as bridges, multi-story buildings or industrial plants. അപ്പൊ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ എന്തൊക്കെ വരും? ഡീപ്പ് ബോർ ഹോൾസ് ഇൻവോൾവ് ചെയ്ത് ലബോറട്ടറി ടെസ്റ്റിംഗ് ഓഫ് സോയിൽ ഒക്കെ വരുന്നതാണ് ഇന്റൻസീവ് സ്റ്റഡിയിൽ വരുന്നത്. The extent of investigation depends on the importance of structure and complexity of soil conditions. എത്രത്തോളം ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുള്ളത് സോയിൽ കണ്ടീഷൻസിനെയും ആ സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടൻസിനെ അനുസരിച്ചിരിക്കും. അതായത് ഒത്തിരി കാലത്തേക്ക് യൂസ് ചെയ്യാനുള്ള വലിയ സ്ട്രക്ചർ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡീസ് ഒക്കെ നടത്തിയേ തീരും. The knowledge about site forms a vital role in the safe and economical development. So the knowledge about site is very essential for safe and economical development. A thorough investigation of site is an essential preliminary to the construction of any civil engineering works. അപ്പോൾ നമ്മൾ സൈറ്റ് സെലക്ഷനകത്ത് ഫസ്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്? സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ. സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ എപ്പോൾ ക്യാരി ഔട്ട് ചെയ്യണം? ബിഫോർ ദ ഡിസൈൻ preparation. The extent of site investigation
ഡിപ്പെൻസ് ഓൺ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മൾ എത്രത്തോളം സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുള്ളത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഡിപ്പെൻസ് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രക്ചർ, പിന്നെ കോംപ്ലക്സിറ്റി ഓഫ് സോയിൽ കണ്ടീഷൻ, and information already available on behavior of existing foundation. Information available on foundation behavior. സോ ഇതേ മൂന്നിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എത്രത്തോളം സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നുള്ളത്. ആൻഡ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷന്റെ നീഡ് എന്താണ്? ദ നോളജ് അബൌട്ട് സൈറ്റ് ഫോംസ് വൈറ്റൽ റോൾ ഇൻ ദ സേഫ് ആൻഡ് ഇക്കണോമിക്കൽ ഡെവലപ്മെന്റ്. ഫോർ സേഫ് ആൻഡ് ഇക്കണോമിക്കൽ ഡെവലപ്മെന്റ്. സോ ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ സൈറ്റ് സെലക്ഷൻ ചെയ്യുന്നത്. ഇനി സൈറ്റ് ഇൻവെസ്റ്റിഗേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. Objectives of site investigation. First one is to find out the general suitability of the site. General suitability. അതായത് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് ഒരു സൈറ്റിൽ ഉദ്ദേശിക്കുന്നത്, അതിനത് സൂട്ടബിൾ ആണോ അല്ലേന്ന് ജനറൽ ആയിട്ട് ഒരു സൂട്ടബിലിറ്റി സ്റ്റഡി നടത്തണം. അതിനു വേണ്ടിയാണ് ജനറൽ സൂട്ടബിലിറ്റി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് സൈറ്റ് സെലക്ഷൻ. നമ്മളൊരു സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യും. ഒരു വീടാണ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സൈറ്റ് ഒന്ന് ജനറലി നമ്മൾ നോക്കും. ഇതൊരു വീട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണോ? ഒരു സ്കൂളാണ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ സ്കൂൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണോ? ഇപ്പൊ നമ്മൾ വീടാണ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ സ്ഥലം എങ്ങനെയായിരിക്കണം? ഓരോ അമ്യൂണിറ്റീസിന് അടുത്തായിരിക്കണം, ഇൻഡസ്ട്രീസിൽ നിന്നും ദൂരെ ആയിരിക്കണം, കുറച്ച് ശാന്തമായ സ്ഥലമായിരിക്കണം. അങ്ങനെയൊക്കെ കുറെ ക്രൈറ്റീരിയ ആണ്. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് നമ്മുടെ കൺസ്ട്രക്ഷന് സൂട്ടബിൾ ആണോ സൈറ്റ് എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യും. അതാണ് പറയുന്നത് ജനറൽ സൂട്ടബിലിറ്റി ഓഫ് ദ സൈറ്റ്. Next objective is to achieve safe and economical design of foundations and temporary works. Achieve safe and economical design of foundation. സേഫ് ആൻഡ് ഇക്കണോമിക്കൽ ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. അതായത് നമ്മളൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫൗണ്ടേഷൻ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സോയിൽ സ്റ്റഡി എല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഫൗണ്ടേഷൻസ് സേഫും ആയിരിക്കണം, അത് ഇക്കണോമിക്കലും ആയിരിക്കണം. ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് വെച്ച് നമുക്ക് ഒരുപാട് കാശ് ഫൗണ്ടേഷന് വേണ്ടി മുടക്കാൻ പറ്റില്ല. ചുമ്മാ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ എടുത്ത് വലിയൊരു ഫൗണ്ടേഷൻ കൊടുത്താൽ സ്ട്രോങ് ആയിരിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിലും ഫൗണ്ടേഷന്റെ ഡിസൈൻ എന്ന് പറയുന്നത് അത് സേഫ് ആയിരിക്കണം. അതായത് ഫൗണ്ടേഷന് കുഴപ്പമൊന്നും പറ്റരുത്. ഇൻ ദ ലോങ് റൺ ഫൗണ്ടേഷന് ഡാമേജ് ഒന്നും പറ്റരുത്. ഫൗണ്ടേഷൻ സേഫ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇക്കണോമിക്കൽ ആയിരിക്കണം. കാരണം ചില സമയത്ത് നമുക്ക് ഫൗണ്ടേഷന് ഒത്തിരി മണിയാകും. അതാണ് പറയുന്നത് വി നീഡ് ടു അച്ചീവ് സേഫ് ആൻഡ് ഇക്കണോമിക്കൽ ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻ ആൻഡ് ടെമ്പററി വർക്ക്. സോ അതിനും സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് to know the nature of each stratum and engineering properties of the soil and rock which may affect the design and mode of construction of proposed structure and foundation. എന്താണ് നമുക്ക് അറിയേണ്ടത്? To know the nature of each stratum and engineering properties of soil and rock. To know nature of
each stratum എന്ന് പറഞ്ഞാൽ ഓരോ ലെയർ. And also engineering properties of soil and rocks. ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കാനും വേണ്ടി സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഇത് അറിഞ്ഞിരിക്കുന്നതിന്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ ഇത് അറിഞ്ഞിരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? We need to know the nature of each stratum and engineering properties of soil and rocks which may affect the design and mode of construction of proposed structure and foundation. നമ്മൾ പ്രൊപ്പോസ് ചെയ്ത സ്ട്രക്ചറിനെയും ഫൗണ്ടേഷനെയും ഈ നേച്ചർ ഓഫ് സ്ട്രേറ്റവും എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ആൻഡ് റോക്സ് അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞ് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് വഴി നമുക്ക് ഓരോ സ്ട്രേറ്റത്തിന്റെ നേച്ചറും അറിയാൻ പറ്റും, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽസ് ആൻഡ് റോക്സും അറിയാൻ സാധിക്കും. Next objective is to foresee and provide against difficulties that may arise during construction due to ground and other local conditions. To foresee and provide against difficulties. Difficulties due to ground and local conditions. അവിടുത്തെ ഗ്രൗണ്ടിന്റെ ലോക്കൽ കണ്ടീഷൻസ് കാരണം ഉണ്ടാവാവുന്ന ഡിഫിക്കൽട്ടീസിനെ എല്ലാം മുൻകൂട്ടി കണ്ട് അതിന് വേണ്ട റെമഡിയൽ മെഷേഴ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യം ഉണ്ട്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ടു ഫൈൻഡ് ഔട്ട് ദ സോഴ്സസ് ഓഫ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആൻഡ് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഓർ സർപ്ലസ് മെറ്റീരിയൽ. എന്താണ്? ടു know the source of materials, source of construction materials. അതായത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാൻ അവിടുത്തെ ഒരു സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഡിസ്പോസൽ പ്ലസ് സൈറ്റ് ഫോർ ഡിസ്പോസൽ. എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽസോ വേസ്റ്റ് മെറ്റീരിയൽസോ ഉണ്ടെങ്കിൽ അത് എവിടെ ഡിസ്പോസ് ചെയ്യണമെന്നൊക്കെ അറിയുന്നത് നമ്മൾ ഈ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോഴാണ്. നെക്സ്റ്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദി occurrence or causes of all natural and man-made changes in the conditions and the results arising from such changes. To investigate occurrence and cause of all natural and man-made changes. To know occurrence and causes of natural and man-made changes. അതായത് നാച്ചുറൽ ആയിട്ടും മാൻമെയ്ഡ് ആയിട്ടും ഉണ്ടാകുന്ന ചേഞ്ചസിന്റെ കാരണങ്ങൾ കോസസും അത് എപ്പോഴൊക്കെ സംഭവിക്കാമെന്നുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് കാരണം നമ്മുടെ കണ്ടീഷൻസിലും കുറെ ചേഞ്ചസ് വരും, സൈറ്റ് കണ്ടീഷൻസിലും ചേഞ്ചസ് വരും. അതെല്ലാം അറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ആയിട്ട് നടത്തണം. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഇസ് ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് സറൗണ്ടിങ് എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ. സേഫ്റ്റി ഓഫ് സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ്. അതായത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സൈറ്റിന്റെ സറൗണ്ടിങ്സിൽ വരുന്ന സ്ട്രക്ചേഴ്സിനൊന്നും നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ കാരണം ഒരു ഡാമേജോ ഡേഞ്ചറോ ഉണ്ടാവരുത്. അപ്പം സറൗണ്ടിങ് സ്ട്രക്ചേഴ്സിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാന്നുള്ളത് ഈ കൺസ്ട്രക്ഷൻ നടത്തുന്ന ആളുടെ ചുമതലയാണ്. അപ്പൊ നമ്മൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ആയിട്ട് നടത്തിയാലേ നമുക്ക് സറൗണ്ടിങ് സ്ട്രക്ചറിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ സാധിക്കും. Next is to design for failed structures or remedial measures for the structures deemed to be unsafe. To design for failed structures or remedial measures. To design for failed structures
അതായത് ഏതെങ്കിലും ഒരു സ്ട്രക്ചർ ഒരു പർട്ടിക്കുലർ സൈറ്റിൽ അത് ഫെയിൽ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ സേഫ് ആക്കാൻ വേണ്ടിയോ നമ്മൾ അവിടുത്തെ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിന് എന്തെങ്കിലും അത് ഇടിഞ്ഞു പോയി, ഒരു സ്ട്രക്ചർ ഇടിഞ്ഞു പോയോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിന് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു റെമഡിയൽ മെഷർ കണ്ടെത്തണം. അല്ലെങ്കിൽ ഒരു ഫെയിൽ ആയ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഡിസൈൻ ചെയ്യണം. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്ട്രക്ചർ എവിടെയാണോ ഇരിക്കുന്നത് അവിടുത്തെ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് നടത്തണം. ഈ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ തന്നെ നമുക്ക് ഈ ഫെയിലർ ഉണ്ടാകാനുള്ള സാധ്യത കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് റീഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ പുതിയൊരു ഡിസൈൻ ചെയ്യുകയും ചെയ്യാം. And the last objective of site investigation is to locate the groundwater level and possible corrosive effect of soil and water on foundation material. Groundwater level plus corrosive effect. Groundwater level കണ്ടുപിടിക്കണം. Along with that, വേറെ എന്ത് കണ്ടുപിടിക്കാം? Corrosive effect of soil and water on foundation material. അതറിയാനും എന്ത് ചെയ്യണം? സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. Corrosive effect of soil and water on foundation. സോ ഇതറിയാനും നമ്മൾ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. ഗ്രൗണ്ട് വാട്ടർ ലെവൽ കണ്ടുപിടിക്കാനും പിന്നെ അവിടുത്തെ സോയിലും വാട്ടർ ഫൗണ്ടേഷൻ മെറ്റീരിയലിനെ എത്രത്തോളം കൊറോഡ് ചെയ്യും എന്നുള്ള എഫക്റ്റ് കണ്ടുപിടിക്കാനും സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ദീസ് ആർ ദ വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഫോർ സൈറ്റ് സെലക്ഷൻ. എന്തൊക്കെയാണ്? ഒന്ന്, സൈറ്റിന്റെ ജനറൽ സൂട്ടബിലിറ്റി കണ്ടുപിടിക്കാൻ. നെക്സ്റ്റ്, നമ്മൾ ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻ ടെമ്പററി വർക്ക്സും സേഫ് ആൻഡ് ഇക്കണോമിക്കലായിരിക്കണം. ദെൻ വി നീഡ് ടു നോ ദ നേച്ചർ ഓഫ് each stratum and engineering properties of soil and rocks which may affect the design and mode of construction. Then to foresee and provide against difficulties due to local and ground conditions. Next objective is to find out the sources of construction material and to know the site or to select site for disposal of excess material or water. Then to investigate the occurrence of all natural and man-made changes. Then to ensure the safety of surrounding structures. Then to design for failed structures or remedial measures for structures which are unsafe. And the last objective is to locate the groundwater level and possible corrosive effect of soil and water on foundation. So these are the various objectives of site selection. These are the various objectives of സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ. സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശങ്ങൾ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. നെക്സ്റ്റ് is factors considered for site selection. Factors considered for site selection. Site selection of a building or structure should be done based upon surveys and considerations of various aspects of the site like development of the site, cost and stability of proposed structure. So following factors should be considered before selection of a building or structure. For site select ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ is natural resources. Natural resources. Site selection of a building or structure should be placed as far as possible fairly high above the normal flood level, requiring minimum earth filling. The water table at the site of residential building should not be very high, otherwise it will affect the quality of water which is used for drinking and domestic purposes. A plot with normal water table should be preferred. Natural resources എന്തൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്? As far as possible normal flood level നേക്കാളും മുകളിലായിട്ടായിരിക്കണം
site placed ആയിരിക്കേണ്ടത്. Site selection of a building or structure should be placed as far as possible fairly high above the normal flood level. It should be above normal flood level. അപ്പോൾ നോർമൽ ഫ്ലഡ് ലെവലിന് മുകളിലായിരിക്കണം നമ്മുടെ സൈറ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, മിനിമം എർത്ത് ഫില്ലിംഗ് മതിയാവും. വാട്ടർ ടേബിളിൽ നിന്ന് നല്ല പൊങ്ങി നിൽക്കുവാണെങ്കിൽ earth ഫില്ലിങ്ങിന്റെ അളവ് നമുക്ക് കുറയ്ക്കാം. which can result in the requirement of minimum earth filling. The water table at the site of residential building should not be very high. Water table should not be high. Water table high ആയ എന്ന് വെച്ചാൽ വാട്ടർ ടേബിൾ ഹൈ ആയിരുന്നാൽ വാട്ടറിന്റെ ക്വാളിറ്റിയെ അത് അഫക്ട് ചെയ്യും. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കാരണം വാട്ടർ ക്വാളിറ്റി അഫക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഡ്രിങ്കിങ്ങിനും ഡൊമസ്റ്റിക് പർപ്പസസിനും യൂസ് ചെയ്യാൻ പറ്റാതെ വരും. വാട്ടർ ക്വാളിറ്റി മോശമായിപ്പോൾ വാട്ടർ ടേബിൾ ഹൈ ആയിരുന്നാൽ വാട്ടർ ക്വാളിറ്റി അത് അഫക്ട് ചെയ്യും. കൺസ്ട്രക്ഷൻ കാരണം വാട്ടർ ക്വാളിറ്റി അഫക്ട് ചെയ്യും. സോ a plot with a normal water table should be preferred. Water table should not be high. Normal water table ആണ് എപ്പോഴും നല്ലത്. അതാണ് ഫസ്റ്റ് ഫാക്ടർ. എന്താണ്, നാച്ചുറൽ റിസോഴ്സസിൽ വരുന്നത്. സെക്കൻഡ് ഫാക്ടർ ഇസ് ഷേപ്പ് ഓഫ് ദ പ്ലോട്ട്. Shape of the plot. The shape of the plot should be such that construction can be easily made with low cost. ഷേപ്പ് എങ്ങനെയായിരിക്കണം, ലോ കോസ്റ്റ് കൺസ്ട്രക്ഷന് സൂട്ടബിൾ ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കണം നമ്മൾ എടുത്ത സൈറ്റിന് ഉണ്ടാവേണ്ടത്. ഷേപ്പ് ഓഫ് ദ പ്ലോട്ട് ഷുഡ് ബി സച്ച് ദാറ്റ് കൺസ്ട്രക്ഷൻ ക്യാൻ ബി ഈസിലി മെയ്ഡ് വിത്ത് ലോ കോസ്റ്റ്. ലോ കോസ്റ്റ് കൺസ്ട്രക്ഷൻ പറ്റിയ ഷേപ്പ് ആയിരിക്കണം പ്ലോട്ടിൻ്റെ. നെക്സ്റ്റ് ഇസ് സ്റ്റെബിലിറ്റി ഓഫ് സോയിൽ അറ്റ് ദ സൈറ്റ് സെലക്ടഡ്. Stability of soil. Before site selection, the soil conditions and bearing capacity should be determined for ascertaining the nature of the ground. അതായത് സോയിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സൈറ്റ് സെലക്ഷന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കണം. സോയിൽ കണ്ടീഷൻസും സോയിലിന്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയും ഒക്കെ നമ്മൾ സൈറ്റ് സെലക്ഷന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കണം. അതാണ് പറയുന്നത് സ്റ്റെബിലിറ്റി ഓഫ് ദ സോയിൽ അറ്റ് ദ സൈറ്റ് സെലക്ടഡ്. നമ്മൾ സെലക്ട് ചെയ്ത സൈറ്റിലെ സോയിൽ സ്റ്റെബിലിറ്റി എന്തായാലും അറിഞ്ഞിരിക്കണം. Next is availability of amenities. Availability of amenities. So, അതായത് plot for residential building should be taken in the area provided with amenities such as electricity, telephone, internet, gas, school, colleges, etc. അതായത് നമുക്ക് വേണ്ട എസെൻഷ്യൽ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ. നെക്സ്റ്റ് ഇസ് ലൊക്കേഷൻ ഓഫ് ദ പ്ലോട്ട്. പ്ലോട്ടിന്റെ ലൊക്കേഷൻ, അതായത് പ്ലോട്ട് ഷുഡ് ബി ഫ്രീ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് പൊല്യൂഷൻസ് ആൻഡ് ഷുഡ് ബി ഈസിലി ആക്സസിബിൾ ഫ്രം നിയറസ്റ്റ് മെയിൻ റോഡ്. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്ന സൈറ്റ് അല്ലെങ്കിൽ പ്ലോട്ട് ഈസിലി ആക്സസിബിൾ ആയിരിക്കണം, ചെന്നെത്താൻ എളുപ്പമായിരിക്കണം. മെയിൻ റോഡിൽ നിന്നും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന പ്ലോട്ട് ആയിരിക്കണം. പിന്നെ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം പൊല്യൂഷൻ. അതാണ് ലൊക്കേഷൻ ഓഫ് ദ പ്ലോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫാക്ടർ ഇസ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ്. അതായത് ബിഫോർ സൈറ്റ് സെലക്ഷൻ ഇറ്റ് ഷുഡ് ബി എക്സാമിൻഡ് if natural facilities for easy drainage or rainwater exist. It should be secured economically. Then the site can be selected for building or structure. അതായത് റെയിൻ വാട്ടറിനെ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി നാച്ചുറൽ ആയിട്ട് തന്നെ നാച്ചുറൽ ആയിട്ട് തന്നെ ഉള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എക്കണോമിക് ആയിട്ട് സെക്യൂർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ സൈറ്റിൽ നമുക്ക് ബിൽഡിങ്ങോ സ്ട്രക്ചറോ കൺസ്ട്രക്ട് ചെയ്യാം. റെയിൻ വാട്ടറിനെ ഡ്രെയിൻ ചെയ്ത് കളയാനുള്ള നാച്ചുറൽ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ഇക്കണോമിക്കലി സെക്യൂർ ചെയ്ത് വെക്കണം. Then we can go for the construction of building or structure. So these are the factors to be considered for
Site selected. Natural resources, shape of the plot, stability of soil at the site selected, availability of amenities, location of the plot and drainage facilities in the site. Thank you.